ഞാൻ തിരിച്ചു വരാം. നമ്മുടെ ബിനിൽ അവിടെ തുടരുന്നുണ്ട്. ബിനിലോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ബിനിലെ, ഇതിനകത്ത് ഈ പ്രശ്നം ഈ മുസ്ലിം ലീഗിന് ഈ അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കോൺഗ്രസിനോട് എന്നൊരു ചർച്ച ഉണ്ടല്ലോ. നമുക്ക് ഏതാണ്ട് അറിയുകയും ചെയ്യും അങ്ങനെ ശരിയായിരിക്കും. അങ്ങനെ ഒരു ചെറിയ അസ്വസ്ഥത ലീഗ് നേതൃത്വത്തിനുണ്ട്. വെൽഫെയർ പാർട്ടിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ലീഗിനുണ്ടാകുന്ന അസ്വസ്ഥത വളർത്താൻ വേണ്ടിയിട്ട് പരമാവധി LDF ശ്രമിക്കുന്നുമുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. വി പ്രകാശിൻ്റെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ഒരു പ്രയാസമുണ്ട്. VS ജോയിയോ ഒന്ന് ഉണർത്താൻ PB അൻവർ ശ്രമിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചില ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ UDF ക്യാമ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? അതിനവരെ എങ്ങനെ കാണുന്നത്? നിലവിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ആ ഒരു പരാമർശമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് നമുക്കറിയാം. ഇപ്പോൾ അവർ മതരാഷ്ട്രവാദികളല്ലോ, ആ നിലപാട് അവർക്കിപ്പോൾ ഇല്ലല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നു. അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ, അത് മുന്നണിയിലേക്ക് എടുക്കുകയല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ് ലൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ആ പറഞ്ഞതിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ എതിർപ്പുള്ള സമസ്ത അടക്കമുള്ള സംഘടനകളുണ്ട്. അവരുടെയൊക്കെ പിന്തുണ UDFന് ആവശ്യവുമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്തുണ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആ രീതിയിൽ പരാമർശിച്ചത് ശരിയായില്ല. അതൊരു ദോഷമായി ബാധിച്ചേക്കുമെന്നടക്കമുള്ള വിലയിരുത്തൽ ഇവിടെയുണ്ട്. അത് പ്രത്യേകിച്ച് UDFിൽ മറുപടി തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില നേതാക്കളൊക്കെ അത് രഹസ്യമായി അല്ലെങ്കിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ പാർട്ടിക്ക് ക്ഷീണമുണ്ടായാൽ, ആര്യൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്റെ ഉത്തരവാദിത്തം. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടെണ്ണലിന് ശേഷവും വിജയപരാജയങ്ങൾ അറിഞ്ഞതിന് ശേഷവും സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ വലിയ പ്രാധാന്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണ് നിലമ്പൂരിൽ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടിംഗ് ആണ്, സമഗ്രമായുള്ള വിവരങ്ങളാണ് ന്യൂസ് മലയാളം ഇത്രയും നേരം നൽകിയത്. നമ്മുടെ ടീമിനെ ഇത് കണ്ടിരുന്ന ആളുകളെല്ലാം കണ്ടല്ലോ. ഇത്രയും നേരം ദിവസം ഇവിടെ തന്നെ ഉണ്ട്. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളടക്കം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഹൃദിസ്ഥമാക്കിയിരിക്കുകയാണ്. എവിടെ എന്ത് ചലനങ്ങൾ നടന്നാലും അതേത് വിധത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസത്തെ ബാധിക്കുക എന്നതറിയാൻ ശേഷിയുള്ള ആളുകളാണ് നമ്മുടെ ടീം എല്ലാവരും ഉള്ളത്. നാളെ ആണ് കൊട്ടിക്കലാശം. ഈ തെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാത്തത്രക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ ആവേശവുമുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശ മണിക്കൂറുകൾ അതിഗംഭീരമായിട്ടാണ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം സർവ്വസജ്ജമാണ്. സാങ്കേതികമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങേയറ്റം ഗംഭീരമായിട്ട് ഉണ്ട്. ഞാനുണ്ടാകും നിശ്ചയമായിട്ടും. TM ഹർഷൻ കൂടെ നമ്മോടൊപ്പം ചേരും. നാളെ രാവിലെ മുതൽ തന്നെയും ഈ കാര്യങ്ങൾ അതിശക്തമായിട്ടാണ് ഈ കൊട്ടിക്കലാശ ദിവസത്തിൻ്റെ മണിക്കൂറുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ രാത്രി RDX ഇവിടെ നിലമ്പൂരിൽ വെച്ചാണ്. ഞങ്ങൾക്കൊപ്പം മറ്റ് അതിഥികൾ കൂടെ ചേരും. 3 പാർട്ടികളുടെയും 4 പാർട്ടികളുടെയും പ്രധാനപ്പെട്ട 4 മുന്നണികളുടെയും നേതാക്കൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും. എനിക്കും ഹർഷനൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുക. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകമായിട്ട് എഴുതി വെക്കേണ്ടുന്ന ഒരു ഏടായിരിക്കും. അങ്ങേയറ്റം സവിശേഷതയാർന്നിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷത്തെയും വിട്ടുകളയാതെ കൂടുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുക. ഗുഡ് ബൈ.